കഥയാരംഭിക്കുന്നത് അമേരിക്കയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ തന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം താമസിക്കുന്ന സെയിൽബോട്ട് എന്നു പേരുള്ള 6 വയസ്സുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ വല്യമ്മ അഥവാ മുത്തശ്ശി പറയുന്ന ഓരോ വാക്കുകളെയും അവൻ അത്രമേൽ വിശ്വസിച്ചിരുന്നു. കാരണം അവരിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ അവന്റെ ജീവിതത്തിൽ അത്രത്തോളം ആഴത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയിരുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, മുത്തശ്ശിയുടെ ആരോഗ്യനില ഇപ്പോൾ വളരെ മോശമാവുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി മഴ പെയ്യാതെ ആ ഗ്രാമം വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. മണ്ണ് വരണ്ടുടങ്ങുകയും കൊടുംചൂടിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയും ചെയ്തു പോരുന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ സുഹൃത്തും സെയിൽബോട്ടിനുണ്ട്. പക്ഷേ കണ്ണുകൾ വരണ്ടുപോകുന്ന ഒരു അസുഖം അവനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കണ്ണിൽ മരുന്നൊഴിക്കാൻ അവൻ നിർബന്ധിതനായി. ഒരു ദിവസം രാവിലെ കുട്ടിക്കാലത്തെ തന്റെ പഴയ ഊഞ്ഞാലിനെ ആവശ്യമില്ലാത്തതിനാൽ അത് ചപ്പുചവറുകൾക്കിടയിൽ ഉപേക്ഷിക്കാൻ സെയിൽബോട്ട് തീരുമാനിച്ചു. അങ്ങനെ വസ്തുക്കൾ ഉപേക്ഷിക്കുന്നിടത്ത് കൊണ്ടുപോയി അവൻ ആ ഊഞ്ഞാലിട്ടു. ആ സമയം ആ കൂട്ടത്തിൽ ഒരു പഴയ ഗിത്താർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറിയ ഗിത്താർ എന്ന് അവൻ കരുതി. യാഥാർത്ഥ്യത്തിൽ അതൊരു ഉക്കുലേലയാണ്. അവൻ ആ ഉക്കുലേലയും കയ്യിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ സമയം അവൻ ആ ഊഞ്ഞാൽ അവിടെ ഇട്ടപ്പോൾ അതിൽ ഒളിഞ്ഞിരുന്ന ഒരു ഫോട്ടോ അവിടെ വീണുപോയിരുന്നു. അതാകട്ടെ അവൻ അറിഞ്ഞതുമില്ല. കയ്യിൽ ആ ചെറു ഗിത്താർ പിടിക്കുമ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. മുത്തശ്ശിയുടെ വാക്കുകളും അവൻ അപ്പോൾ ഓർത്തു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിധികൾ ചിലപ്പോൾ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും ലഭിക്കുക. ഗിറ്റാർ വായിക്കാൻ അറിയില്ലെങ്കിലും രാത്രികാലങ്ങളിൽ അവൻ അതിന്റെ തന്ത്രികളിൽ തഴുകി ലളിതമായ ഈണങ്ങൾ മീട്ടി. അന്നു മുതൽ സ്കൂളിലായാലും വീട്ടിലായാലും അവൻ ആ ഗിത്താറിനെ കൂടെ കൂട്ടിയിരുന്നു. വൈകാതെ മുത്തശ്ശിയുടെ നില കൂടുതൽ വഷളായി. ആ വിവരം അവന്റെ ചെവിയിലും എത്തി. ഗിറ്റാറും കയ്യിലേന്തി മാതാപിതാക്കൾക്കൊപ്പം അവൻ നഗരത്തിലെ ആശുപത്രിയിൽ മുത്തശ്ശിയെ കാണാൻ പോയി. അവനെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് അളവറ്റ സന്തോഷം തോന്നിയിരുന്നു. അവന്റെ കയ്യിലെ ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കണ്ടതും എനിക്ക് വേണ്ടി എന്തെങ്കിലും വായിക്കാമോ എന്നവർ അവനോടായി ചോദിച്ചു. അതും അത്രമേൽ സ്നേഹത്തോടെ. ജീവിതത്തിൽ ഒന്നും തന്നെ വെറുതെ സംഭവിക്കുന്നതല്ലെന്നും ഓരോ കാര്യത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ടെന്നും മുത്തശ്ശി പണ്ട് പറഞ്ഞുകൊടുത്ത മറ്റൊരു പാഠം സെയിൽബോട്ട് അപ്പോൾ ഓർത്തെടുക്കുകയായിരുന്നു. അന്ന് മുത്തശ്ശിക്ക് വായിച്ചു കേൾപ്പിക്കാൻ അവനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും മുത്തശ്ശി പറഞ്ഞ ആ ഓർമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗിറ്റാർ പഠിക്കണം എന്ന് അവൻ ഉറപ്പിക്കുകയും ചെയ്തു. മറ്റു കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുന്നവർ ഒരിക്കലും തോൽക്കില്ലെന്നും സ്ഥിരോത്സാഹം വിജയം കൊണ്ടുവരുമെന്നുമുള്ള മുത്തശ്ശിയുടെ വാക്കുകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ കഠിനമായി പരിശീലിച്ചു. അവനിങ്ങനെ ഇരുന്ന് ഗിത്താർ വായിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ അവന്റെ സുഹൃത്ത് ഫുട്ബോൾ ടീമിൽ കയറാനുള്ള സ്വപ്നവുമായി അടുത്തുള്ള മൈതാനത്ത് കളി നിരീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴും CD പ്ലെയറിൽ പാട്ട് കേൾക്കാറുള്ള സെയിൽബോട്ടിന്റെ ഒരു സഹപാഠി അവനെ ശ്രദ്ധിച്ചു. അവന്റെ ഗിത്താർ വായനയിൽ ആകൃഷ്ടയായ അവൾ അവനുമായി കൂട്ടുകൂടാൻ ആഗ്രഹിച്ചു. പക്ഷേ സെയിൽബോട്ട് അതിനൊന്നും നിൽക്കാതെ നിശബ്ദനായി അവിടെ നിന്ന് നടന്നുപോയി. സെയിൽബോട്ടിന്റെ ജീവിതം മുന്നോട്ട് തുടർന്നുകൊണ്ടിരുന്നു. സ്കൂളിൽ ടോമി എന്നു പേരുള്ള ഒരു പയ്യൻ എപ്പോഴും സെയിൽബോട്ടിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അവൻ സെയിൽബോട്ടിന്റെ ഉച്ചഭക്ഷണം പോലും തട്ടിയെടുത്ത് കഴിക്കുമായിരുന്നു. ഒരു ദിവസം സെയിൽബോട്ടിന്റെ ഗിറ്റാറിലെ തന്ത്രികൾ അവൻ പൊട്ടിച്ചു കളയുന്ന ഇടം വരെ കാര്യങ്ങളെത്തി. തന്റെ കുഞ്ഞു ഗിത്താറിലെ തന്ത്രികൾ അഥവാ സ്ട്രിങ്സ് പൊട്ടിയതും സെയിൽബോട്ടിന്റെ ഹൃദയം തകർന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയതും അവൻ അച്ഛനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ടി അച്ഛൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അധികം വൈകിയില്ല. തന്റെ ശരീരത്തിലെ ടാറ്റൂസ് മറയ്ക്കുവാൻ അദ്ദേഹം ഒട്ടിച്ചു വെക്കാറുള്ള ബാൻഡേജ് അദ്ദേഹം അഴിച്ചു മാറ്റി. വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തി. ഒരു ഗ്യാങ്സ്റ്റർ ലുക്കിൽ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കടുത്ത ഭാവത്തോടെ മകനെയും കൂട്ടി അദ്ദേഹം ടോമിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സെയിൽബോട്ടിന്റെ അച്ഛന്റെ ആ ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് കണ്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഭയന്നു. ഗൗരവത്തിലായിരുന്നു സെയിൽബോട്ടിന്റെ അച്ഛൻ സംസാരിച്ചതും. അയാളുടെ മകൻ ടോമി തന്റെ മകന്റെ ഗിറ്റാർ തന്ത്രികൾ പൊട്ടിച്ചുവെന്നും അതിന് പകരമായി പുതിയത് വാങ്ങി നൽകണമെന്നും സെയിൽബോട്ടിന്റെ അച്ഛൻ കർശനമായി പറഞ്ഞു. ഭയന്നിരുന്ന ടോമിയുടെ അച്ഛന് സമ്മതിക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. തന്റെ തന്നെ കാറിൽ ടോമിയെയും അച്ഛനെയും കൂട്ടി സെയിൽബോട്ടിന്റെ അച്ഛൻ അവിടെ നിന്ന് അടുത്ത മ്യൂസിക് ഷോപ്പിലേക്ക് പുറപ്പെട്ടു. അവിടെത്തി തന്ത്രികളുടെ വിലയും മറ്റും ചോദിച്ചു. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നെങ്കിലും ടോമിയുടെ അച്ഛൻ അത് മാറ്റിക്കൊടുത്തു. അന്ന് അതിനൊപ്പം സൗജന്യമായി ഗിറ്റാർ പഠിക്കാനുള്ള ഒരു CD കൂടി സെയിൽബോട്ടിന് ലഭിച്ചു. അത് കണ്ടതും സെയിൽബോട്ടിന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അവിടെ നിന്നും മടങ്ങുന്നതിന് മുമ്പ് സെയിൽബോട്ടിന്റെ അച്ഛൻ ടോമിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ സ്നേഹത്തിലായിരുന്നു അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത്. അത് ടോമിയുടെ സ്വഭാവത്തെ അപ്പാടെ മാറ്റിമറിച്ചു.
അതിനുശേഷം ടോമി സെയിൽ ബോട്ടിനെ കാണുമ്പോഴെല്ലാം ഉപദ്രവിക്കുന്നതിന് പകരം പുഞ്ചിരിക്കാൻ ആരംഭിച്ചു. അടുത്ത ദിവസം പുലർച്ചെ മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം അവൻ ഓർത്തു. ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ ചുവട് വെക്കണം. എന്തു വന്നാലും ഗിറ്റാർ പഠിക്കണമെന്നും മുത്തശ്ശിക്കായി പാടണമെന്നും അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം വീണ്ടും മുത്തശ്ശിയെ കാണാൻ പോവാൻ അവൻ ഒരുങ്ങിയെങ്കിലും തന്റെ കയ്യിലുള്ള പഠന സഹായിയായ CD പ്രവർത്തിക്കാൻ ഒരു CD പ്ലെയർ ഇല്ലാത്തത് അവനെ ആകെ കുഴപ്പിച്ചിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് എപ്പോഴും പാട്ട് കേൾക്കാറുള്ള ആ സഹപാഠി അവന്റെ സങ്കടം ശ്രദ്ധിച്ചു. അവനോട് എന്താ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അവന്റെ പ്രശ്നം മനസ്സിലാക്കിയ അവൾ ഗിറ്റാർ പഠിക്കാൻ തന്റെ പ്ലെയർ അവന് സന്തോഷത്തോടെ നൽകി. വലിയ ആവേശത്തോടെ ആ പാഠങ്ങൾ ഉപയോഗിച്ച് സെയിൽ ബോട്ട് സ്വന്തമായി മ്യൂസിക് ചിട്ടപ്പെടുത്താൻ ആരംഭിച്ചു. തുടർച്ചയായി അവൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മകന്റെ ആ കഠിനാധ്വാനം കണ്ട് അവന്റെ അമ്മയുടെ മനസ്സ് പോലും നിറഞ്ഞു. അങ്ങനെ ഏറെ പരിശ്രമത്തിനൊടുവിൽ വല്യമ്മക്കായി ഒരു പാട്ടവൻ തയ്യാറാക്കി. CD പ്ലെയർ നൽകിയ ആ പെൺകുട്ടി അതുകൊണ്ടെന്തെങ്കിലും ഉപകാരമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ സെയിൽ ബോട്ട് നന്ദിയോടെ ഉണ്ടായി എന്ന് മറുപടി പറഞ്ഞു. പിന്നാലെ താൻ ചിട്ടപ്പെടുത്തിയ ഈണം അവൾക്കായി അവൻ പാടി കേൾപ്പിച്ചു. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അവന്റെ സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. അവരിരുവരും അവന്റെ ഗിത്താർ വായനയിലും പാട്ടിലും ആകെ ലയിച്ചിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അവന്റെ സുഹൃത്ത് ഉടൻ തന്നെ കോച്ചിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. തനിക്കും ഫുട്ബോൾ ടീമിന്റെ ഭാഗമാവണം എന്നാവശ്യപ്പെട്ടു. അവൻ തയ്യാറാക്കിയ ആ ഈണത്തിന്, ആ പാട്ടിലെ വരികൾക്ക് അത്രമേൽ അർത്ഥതലങ്ങൾ ഉണ്ടായിരുന്നു. ആരെയും പ്രചോദിപ്പിക്കുന്ന തലങ്ങൾ. അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സെയിൽ ബോട്ട് താൻ മുത്തശ്ശിക്കായി ഒരു പാട്ട് തയ്യാറാക്കിയ വിവരം അച്ഛനോടും അമ്മയോടും അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ മുത്തശ്ശിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും അടുത്ത ആഴ്ച മാത്രമേ അവരെ കാണാൻ പോകാൻ കഴിയൂ എന്നും അച്ഛൻ അവനോട് മറുപടിയായി പറഞ്ഞു. അതുവരെ ആ പാട്ട് തങ്ങൾക്കായി പാടാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. സെയിൽ ബോട്ട് ഗിത്താർ വായിച്ച് ആ പാട്ട് പാടി. അത് കേട്ടതും സെയിൽ ബോട്ടിന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അച്ഛനും ആ സംഗീതത്തിൽ വല്ലാതെ ലയിച്ചുപോയിരുന്നു. പിറ്റേന്ന് രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ സെയിൽ ബോട്ടിന്റെ സുഹൃത്ത് അവനെ വിളിക്കാൻ അവന്റെ വീടിന് മുമ്പിലെത്തി. ഫുട്ബോൾ തട്ടിക്കൊണ്ട് തന്റെ കൂടെ വരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ പയ്യൻ പന്ത് തട്ടിയതും അതബദ്ധത്തിൽ ചെന്നുപതിച്ചത് സെയിൽ ബോട്ടിന്റെ വീടിനെ താങ്ങി നിർത്തിയിരുന്ന ആ തടിയിലായിരുന്നു. ആ തടി വീണതും വീട് അപകടകരമായ നിലയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. എങ്കിലും ഭാഗ്യത്തിന് നിലം പൊത്തിയില്ല. പേടിച്ച് ആ പയ്യൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. തന്റെ സുഹൃത്താണ് അതിന് കാരണക്കാരനായതെന്ന വിവരം സെയിൽ ബോട്ട് അറിഞ്ഞതേയില്ല. പിന്നീട് സെയിൽ ബോട്ടും പാരന്റ്സും അവരുടെ വണ്ടിയുടെ സഹായത്തോടെ വീട് വലിച്ച് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും താങ്ങുതടി വീണ്ടും ഉറപ്പിച്ച് അതൊന്ന് സുരക്ഷിതമാക്കുകയും ചെയ്തു. പിന്നീട് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് സെയിൽ ബോട്ടിന്റെ പാരന്റ്സ് അവനോട് ആ സത്യം പറഞ്ഞു. മുത്തശ്ശി ഇപ്പോൾ കോമയിലാണ്. അവർ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് അവനെയായിരിക്കുമെന്നും അപ്പോൾ പാട്ടുപാടി കൊടുക്കാമെന്നും അവർ പറഞ്ഞു. അവന്റെ സംഗീതം തന്നിൽ വലിയൊരു പോസിറ്റിവിറ്റി തന്നെ നിറച്ചുവെന്നും അവന്റെ അച്ഛൻ കൂട്ടിച്ചേർത്തു. എന്തിനേറെ പറയുന്നു, അച്ഛന് ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്. പ്രിയപ്പെട്ട മസ്താങ് കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത്. അദ്ദേഹം അതുപോലും സ്വപ്നം കണ്ടു. കുതിരകളെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അധ്യാപകൻ ഒരു വിനോദയാത്ര പ്രഖ്യാപിച്ചു. വൈകാതെ എല്ലാവരും സ്കൂൾ ബസ്സിൽ യാത്രയും പുറപ്പെട്ടു. ബസ്സിലായിരിക്കുമ്പോൾ സെയിൽ ബോട്ടിന്റെ കയ്യിലുള്ള ഗിത്താർ കണ്ട് അധ്യാപകൻ ഒരു പാട്ട് പാടാൻ അവനോട് ആവശ്യപ്പെട്ടു. സെയിൽ ബോട്ട് താൻ സൃഷ്ടിച്ച ആ ഈണം തന്റെ ഗിത്താറിൽ മീട്ടി. അവൻ പാട്ടുപാടുകയും ചെയ്തു. അത് കേട്ട അധ്യാപകന്റെയും ബസ് ഡ്രൈവറായ സ്ത്രീയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അത്രമേൽ മനസ്സിനെ തൊടുന്ന വരികളും മ്യൂസിക്കുമായിരുന്നു അവന്റെ ആ ഗാനത്തിനുണ്ടായിരുന്നത്. അധ്യാപകൻ തന്റെ വിക്കൂരി മാറ്റി, അപകർഷതാബോധമൊക്കെ മാറ്റി തന്റെ കഷണ്ടിത്തല പുറത്തു കാണിച്ചു. കുട്ടികൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഒരാളുടെ അപകർഷതാബോധം മാറ്റി പബ്ലിക്കിനുള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇത്രത്തോളം കോൺഫിഡൻസും ആശ്വാസവും ഒക്കെ തന്റെ പാട്ട് നൽകുന്നുണ്ട് എന്ന തിരിച്ചറിവ് കുട്ടിയായ സെയിൽ ബോട്ടിനുണ്ടായിരുന്നില്ല. ആ അധ്യാപകൻ സെയിൽ ബോട്ടിനടുക്കൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സെയിൽ ബോട്ടിന്റെ പാട്ട് എത്രത്തോളം അർത്ഥവത്താണെന്നുള്ള കാര്യം. ആ യാത്രയ്ക്ക് ശേഷം വർഷങ്ങളായി അകന്നു കഴിയുന്ന തന്റെ മുൻ ഭർത്താവുമായി വീണ്ടും അടുക്കാൻ ബസ് ഡ്രൈവറായിരുന്ന ആ സ്ത്രീക്ക് പ്രചോദനം ലഭിച്ചു. അന്ന് വീട്ടിലേക്കെത്തിയപ്പോൾ പിണങ്ങിക്കഴിയുന്ന തന്റെ ഭാര്യയെ വിളിച്ച് വഴക്കിട്ടതിന്റെ പേരിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചു. നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൂടെ എന്ന തരത്തിൽ അവരോട് പറയുകയും ചെയ്തു. അവരാകട്ടെ അത് കേൾക്കാനിരുന്ന പോലെ സമ്മതിച്ചു. വൈകാതെ അവരെല്ലാവരും സെയിൽ ബോട്ടിന്റെ പാട്ട് കേൾക്കാൻ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവർക്കൊപ്പം മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. സെയിൽ ബോട്ട് സന്തോഷത്തോടെ അവർക്കെല്ലാവർക്കും വേണ്ടി പാടി. ഓരോ തവണ അവൻ ഗിത്താർ വായിക്കുമ്പോഴും പാടുമ്പോഴും തങ്ങൾ വളരെ ആഴമേറിയതും സത്യസന്ധവുമായ എന്തോ ഒന്നിനെ പുണരുന്നതായി ആ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു. സ്കൂൾ വിട്ടാൽ എല്ലാവരും സെയിൽ ബോട്ടിന്റെ പാട്ട്
പാട്ട് കേൾക്കാൻ സ്ഥിരമായി എത്തിത്തുടങ്ങി. മുൻപ് ആരും അവനോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ സഹപാഠികളും അവരുടെ മാതാപിതാക്കളും വരെ പാട്ട് കേൾക്കാനായി അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. അയൽക്കാരോട് സംസാരിക്കാൻ അവസരമില്ലാതിരുന്ന അവന്റെ അമ്മയ്ക്ക് തന്റെ രുചികരമായ വിഭവങ്ങൾ എല്ലാവർക്കുമായി തയ്യാറാക്കാനും പങ്കുവെക്കാനും സാധിച്ചു. എല്ലാവരും അമ്മയുടെ ആ ഭക്ഷണത്തെ പുകഴ്ത്തി. ആ പ്രദേശം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു. എങ്കിലും സെയിൽബോട്ടിന്റെ ഉള്ളിൽ ഒരു സങ്കടം ബാക്കി നിന്നിരുന്നു. ഇത്രയും നല്ലൊരു പാട്ടുണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാരണം മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ആവശ്യം കൊണ്ടാണ് അവൻ ഈ പാട്ടുണ്ടാക്കിയത്. ആ മുത്തശ്ശിയെ കാണാൻ സാധിച്ചിട്ടില്ല. മുത്തശ്ശിയെ കാണുവാൻ അവൻ അത്രമേൽ കുതിച്ചു. പ്രിയപ്പെട്ടവർ കൂടിയുള്ളപ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവപ്പെടുന്നത് എന്ന മുത്തശ്ശി പറഞ്ഞ വാചകം അവനപ്പോൾ ഓർത്തെടുത്തു. പിറ്റേന്ന് ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു സെയിൽബോട്ടിന്റെ സുഹൃത്ത്. തൽക്കാലം വെള്ളം കൊണ്ടുകൊടുത്ത് സഹായിക്കുന്ന വാട്ടർ ബോയ് ആയിട്ടാണ് അവൻ നിൽക്കുന്നതെങ്കിലും അവനതിൽ വലിയ സന്തോഷവും തൃപ്തിയും തോന്നിയിരുന്നു. സെയിൽബോട്ടിന്റെ ഉള്ളിലാകട്ടെ എങ്ങനെയും മുത്തശ്ശിയെ കാണണം എന്ന ചിന്ത കടന്നുകൂടി. ഒറ്റയ്ക്ക് നഗരത്തിലെ ആശുപത്രിയിലേക്ക് നടന്നുപോവാൻ അവൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ പതിവ് പോലെ അവന്റെ പാട്ട് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. പക്ഷേ സ്കൂൾ വിട്ട് സെയിൽബോട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നില്ല. അവൻ സ്കൂൾ കഴിഞ്ഞ് നേരെ ആശുപത്രി ലക്ഷ്യമാക്കി നഗരത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രക്കിടയിൽ അപരിചിതനായ ഒരാൾ അവനടുക്കൽ കാർ നിർത്തി. അവനെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. തന്റെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നും തനിക്ക് ആശുപത്രിയിൽ എത്തണമെന്നും അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നിഷ്കളങ്കമായി സെയിൽബോട്ട് പറഞ്ഞു. അയാൾ അവന് ലിഫ്റ്റ് നൽകി. താൻ ആ പ്രദേശത്ത് ആദ്യമായി വന്നതാണെന്നും അവിടെ കണ്ട പഴയൊരു സെയിൽബോട്ട് വാങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു. അയാളുടെ വിശദീകരണത്തിൽ നിന്ന് സെയിൽബോട്ടിന് അയാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കപ്പൽ അഥവാ സെയിൽബോട്ട് ഏതാണെന്ന് മനസ്സിലായി. എപ്പോഴും അവൻ സന്ദർശിക്കാറുള്ള അതേ കപ്പലായിരുന്നു അത്. പക്ഷേ അവനത് അയാളോട് പറഞ്ഞതുമില്ല. അപ്പോഴാണ് അയാൾ സെയിൽബോട്ടിന്റെ കയ്യിലിരുന്ന് ഗിത്താർ കണ്ടത്. നീ ഇത് വായിക്കുമോ എന്ന് അയാൾ ചോദിച്ചു. താൻ തന്റെ മുത്തശ്ശിക്കായി ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും അതവർക്കായി പാടാനായി പോവുകയാണെന്നും അവൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേൾക്കാൻ താല്പര്യപ്പെട്ട ആ മനുഷ്യൻ സെയിൽബോട്ടിനോട് തനിക്കായി അത് പാടാമോ എന്ന് ചോദിച്ചപ്പോ സെയിൽബോട്ട് അതിന് തയ്യാറായി. മനോഹരമായി തന്റെ ഗിത്താറിൽ ആ ഈണം വായിച്ച് അവൻ പാടി. ആ സംഗീതത്തിൽ അയാൾ പൂർണ്ണമായും അലിഞ്ഞുപോയി. പാട്ട് അവസാനിച്ചപ്പോൾ വണ്ടി നിർത്തി അയാൾ പറഞ്ഞു, ഗംഭീരമായ പാട്ടാണ്. സെയിൽബോട്ടിനെ ഞാൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാം. പക്ഷേ അതിനു മുമ്പ് അവന് പറ്റുമെങ്കിൽ അവൻ അയാളുടെ കൂടെ ഒരിടം വരെ ചെല്ലണം. അത്രയും നല്ല പാട്ട് ജനങ്ങൾ കേട്ടിട്ട് ഒരുപാട് നാളായി എന്നും അയാൾ കൂട്ടിച്ചേർത്തിരുന്നു. മറുവശത്ത് വീട്ടിലേക്ക് സെയിൽബോട്ട് എത്തിയിട്ടില്ല. എല്ലാവരും അവനായി കാത്തുനിൽക്കുകയാണ്. അധ്യാപകനിൽ നിന്നും സെയിൽബോട്ട് എന്ന സ്കൂളിൽ നിന്നും നേരത്തെ പോയ വിവരം അവന്റെ അച്ഛൻ അറിഞ്ഞു. വീട്ടിലെത്തിയപ്പോ അവൻ അവിടെയുമില്ല. ഭാര്യയുടെ അടുത്ത് ചോദിച്ചപ്പോ അവർക്കും ഒരു ധാരണയുമില്ല. പതിവിൽ കൂടുതൽ ആളുകൾ അവന്റെ പാട്ട് കേൾക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. സെയിൽബോട്ടിന്റെ അമ്മ തന്റെ ഒരു സംശയം പറഞ്ഞു. CD പ്ലെയർ ഉള്ള ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, ചിലപ്പോ അവൻ അവളുടെ കൂടെ ആയിരിക്കും. അവൻ ചിലപ്പോ പെട്ടെന്ന് മടങ്ങി വരും. പക്ഷേ സെയിൽബോട്ട് ആകട്ടെ ആ അപരിചിതന്റെ കൂടെ ഒരിടത്തേക്ക് പോവുകയായിരുന്നു. അയാൾ യാഥാർത്ഥ്യത്തിൽ ഒരു റേഡിയോ ജോക്കി അഥവാ RJ ആയിരുന്നു. സെയിൽബോട്ടിന്റെ പാട്ട് കേട്ടതും ആ പാട്ട് റെക്കോർഡ് ചെയ്യാനും റേഡിയോയിലൂടെ കേൾപ്പിക്കാനും അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് സ്റ്റുഡിയോയിലേക്കായിരുന്നു അദ്ദേഹം അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവർ സ്റ്റുഡിയോയിലെത്തുമ്പോൾ ഏറെ ഫേമസ് ആയ ഒരു സ്ത്രീയുടെ പോഡ്കാസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരാശയോടെ RJ പറഞ്ഞു, ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് മറ്റൊരു ദിവസം വരാം. ഉടൻ സെയിൽബോട്ട് ചോദിച്ചു, എന്റെ പാട്ട് അത്രയ്ക്കും നല്ലതാണോ? ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പാടണമോ? നല്ലതാണെന്നും പാടണമെന്നും RJ പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് സാധ്യമാവില്ല എന്നും കൂട്ടിച്ചേർത്തു. സെയിൽബോട്ട് നേരെ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി. അവിടെ ഗിത്താറും വായിച്ച് പാടാൻ ആരംഭിച്ചു. ആ ഈണം കേട്ടതും പോഡ്കാസ്റ്റ് നിർത്തി ആ സ്ത്രീയടക്കം അവന്റെ ആ ഈണത്തിൽ മയങ്ങിപ്പോയി. അവിടെയുള്ള എല്ലാ മൈക്രോഫോണുകളും അതോടെ അവനിലേക്ക് തിരിച്ചു വെക്കപ്പെട്ടു. ആ സംഗീതം അവിടെ റെക്കോർഡ് ചെയ്തു. അധികം വൈകാതെ അത് എയർ ചെയ്യപ്പെടുകയായിരുന്നു. സെയിൽബോട്ടിന്റെ ഗ്രാമത്തിൽ അന്ന് 9 വർഷത്തെ വരൾച്ചയ്ക്ക് ശേഷം ആകാശം കറുത്തിരുണ്ടു. ആരോ റേഡിയോ ഓൺ ചെയ്തതും സെയിൽബോട്ടിന്റെ പാട്ട് അതിൽ നിറഞ്ഞു കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ കനത്ത മഴ പെയ്തു. ഈ സമയം സ്കൂളിന്റെ ഫുട്ബോൾ മാച്ച് അരങ്ങേറുകയായിരുന്നു. വെള്ളം ചുമക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട സെയിൽബോട്ടിന്റെ കൂട്ടുകാരനായ ടീമംഗത്തെ ആ സമയമാണ് കോച്ച് ശ്രദ്ധിക്കുന്നത്. കനത്ത മഴയിൽ കണ്ണ് തുറന്നു പിടിച്ചു കളിക്കാൻ മറ്റുള്ളവർ ബുദ്ധിമുട്ടുമ്പോൾ സെയിൽബോട്ടിന്റെ കൂട്ടുകാരന് ഒരു കുഴപ്പവുമില്ലാതെ അത്
ചെയ്യാൻ പറ്റുന്നു. അവന് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞതും കോച്ച് അവനെ കളിക്കളത്തിലേക്ക് ഇറക്കി. അന്ന് അതിഗംഭീരമായ പ്രകടനമായിരുന്നു അവൻ കാഴ്ചവെച്ചത്. അവൻ തനിച്ച് ഗോൾ വേട്ടകൾ നടത്തി തന്റെ ടീമിനെ വിജയത്തിലെത്തിച്ചു. മറുവശത്ത് സ്റ്റുഡിയോയിലെ കാര്യങ്ങൾ കഴിഞ്ഞതും സെയിൽബോട്ട് ആശുപത്രിയിലെത്തി. മുത്തശ്ശി ഇപ്പോഴും കോമയിലാണെന്ന് ഡോക്ടർമാർ അവനോട് പറഞ്ഞു. തന്റെ പാട്ട് മുത്തശ്ശിയുടെ ഹൃദയത്തിൽ തൊടും, മുത്തശ്ശി ഉണരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ മുമ്പിൽ വെച്ച് അവൻ തന്റെ പാട്ടുപാടി ഗിത്താറിൽ ഈണം വായിച്ചു. അത് കേട്ട് ആ ഡോക്ടർമാർ കരഞ്ഞുപോയിരുന്നു. പക്ഷേ മുത്തശ്ശിയിൽ മാറ്റമൊന്നും തന്നെ ഉണ്ടായില്ല. തന്റെ ഗിത്താർ ദുഃഖത്തോടെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സെയിൽബോട്ട് എന്ന ആശുപത്രിയിൽ നിന്നിറങ്ങി. അന്നു മുതൽ അവൻ തയ്യാറാക്കിയ ആ പാട്ട് പിന്നീട് അവൻ പാടിയതേയില്ല. എന്നാൽ റേഡിയോ സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്ത ആ പാട്ട് ഒരു വലിയ മ്യൂസിക് കമ്പനി വാങ്ങി. അത് പ്ലേ ചെയ്യപ്പെട്ടപ്പോഴെല്ലാം തന്നെ സെയിൽബോട്ടിന് പണം ലഭിക്കുകയും ചെയ്തു. ആ പണം കൊണ്ട് സെയിൽബോട്ടിന്റെ അച്ഛൻ ആദ്യം ചെയ്തത് സെയിൽബോട്ടിന് കുട്ടിക്കാലം മുതൽ ഇഷ്ടമായിരുന്ന, അവനെപ്പോഴും സന്ദർശിച്ചിരുന്ന ആ കപ്പൽ അഥവാ സെയിൽബോട്ട് അവന് വാങ്ങി നൽകുക എന്നതായിരുന്നു. പിന്നാലെ തന്റെ ജീവിതകാലത്തെ അഭിലാഷമായിരുന്ന, സ്വപ്നമായിരുന്ന മസ്താങ് കുതിരയെയും അദ്ദേഹം വാങ്ങിച്ചു. സെയിൽബോട്ടിന്റെ അമ്മയ്ക്ക് മികച്ച വിഭവങ്ങൾ തയ്യാറാക്കാൻ ഒരു ഓവനും വാങ്ങി നൽകപ്പെട്ടു. ക്രമേണ അവരുടെ കുടുംബത്തിന്റെ ജീവിതം മെച്ചപ്പെട്ടു വന്നു. സെയിൽബോട്ട് ജനിച്ചപ്പോൾ അവന്റെ തൊട്ടിലിന് മുകളിൽ അവന്റെ മുത്തശ്ശി ഒരു സെയിൽബോട്ടിന്റെ ചിത്രം വെച്ചിരുന്നതായി ഒരു ഫ്ലാഷ് ബാക്കിൽ തെളിഞ്ഞു വരുന്നു. അത് കണ്ടിട്ടായിരുന്നു അവൻ വളർന്നതും. തൊട്ടിൽ ഉപേക്ഷിച്ചപ്പോ ആ ചിത്രം ആരും കാണാതെ താഴെ വീണുപോയിരുന്നു. കുട്ടിക്കാലം മുതലേ സെയിൽബോട്ട് അങ്ങനെ കണ്ടു വളർന്നതുകൊണ്ടാണ് സെയിൽബോട്ടിനോട് അവനത്ര വലിയ താല്പര്യമുണ്ടായത്. അവന്റെ ഗാനത്തിൽ അത് പ്രതിഫലിച്ചതും. ആ ദൃശ്യങ്ങളിൽ ഗംഭീരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. സെയിൽബോട്ട് തന്റെ ഹൃദയവും ആത്മാവും നൽകി വല്യമ്മക്കായി തയ്യാറാക്കിയ ആ പാട്ടിൽ നിഷ്കളങ്കതയും സത്യസന്ധമായ സ്നേഹവും സമർപ്പണവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാനും അവർക്കിടയിൽ ബന്ധങ്ങൾ തീർക്കാനും പ്രതീക്ഷയും സന്തോഷവും പടർത്താനും കാരണമായത്. അവന്റെ ആത്മാർത്ഥമായ ശ്രമവും സംഗീതവും നിരവധി ജീവിതങ്ങളെ തന്നെ മാറ്റിമറിച്ചു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും സെയിൽബോട്ടിന്റെ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുമല്ലോ. കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.